നമസ്കാരം. തഞ്ചാവൂർ കുംഭകോണം റൂട്ടിലുള്ള നവഗ്രഹ ക്ഷേത്രങ്ങൾ പോലെ തിരുനെൽവേലി തൂത്തുക്കുടി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നവഗ്രഹങ്ങൾക്കായി രോമസമഹർഷിയാൽ പ്രതിഷ്ഠ ചെയ്യപ്പെട്ട 9 ശിവക്ഷേത്രങ്ങളാണ് നവകൈലാസ ക്ഷേത്രങ്ങൾ. അവയിൽ 4ാമത്തേതും രാഹുസ്ഥലവുമായ കുന്നത്തൂർ ശിവക്ഷേത്രത്തെപ്പറ്റി മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമികു ശിവകാമി അമ്പാൾ സമേത കോതൈ പരമേശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുനെൽവേലി ജില്ലയിൽ താമിരബരണിയാറ്റിന്റെ കരയിൽ കുന്നത്തൂർ എന്ന ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ഭഗവാൻ ശ്രീപരമേശ്വരൻ, കോതൈ പരമേശ്വരർ, കൈലാസനാഥർ എന്നീ നാമങ്ങളിലും ദേവി ശ്രീപാർവതി ശിവകാമി അമ്പാൾ എന്ന നാമത്തിലും അനുഗ്രഹം ചൊരിയുന്നു. നവകൈലാസ ക്ഷേത്രങ്ങളിൽ രാഹുഗ്രഹത്തിനായി അർപ്പിക്കപ്പെട്ട കോവിലാണിത്. കാലസർപ്പദോഷം, നാഗദോഷം, രാഹുദോഷം എന്നിവയ്ക്കുള്ള പരിഹാര ക്ഷേത്രമാണിത്. പുരാണങ്ങളിൽ ചെങ്കാണി, അതായത് ചുവന്ന നിലം എന്നറിയപ്പെട്ടിരുന്ന ഇവിടം ചെറിയ ചെറിയ കുന്നുകളുള്ള പ്രദേശം കൂടിയായതിനാൽ കാലക്രമേണ കുന്നത്തൂർ എന്നായി മാറി. കുന്നത്തൂർ കോതൈ പരമേശ്വര ക്ഷേത്രവും വരദരാജ പെരുമാൾ ക്ഷേത്രം കീഴെ തിരുവെങ്കിടനാഥപുരവും വെങ്കിടാചലപതി ക്ഷേത്രം മേലെ തിരുവെങ്കിടനാഥപുരവും ഒരേ ദിവസം സന്ദർശിക്കുന്നത് കാളഹസ്തിയും മേൽ തിരുപ്പതിയും കീഴ്ത്തിരുപ്പതിയും സന്ദർശിക്കുന്നതിന് തുല്യം എന്നാണ് ഐതിഹ്യം. നവകൈലാസ ക്ഷേത്രങ്ങളുടെ ഉദ്ഭവം ഇപ്രകാരമാണ്. അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനും ബ്രഹ്മദേവന്റെ പൗത്രനുമായ രോമസമഹർഷി മോക്ഷപ്രാപ്തിക്കായി താമ്രഭരണിയാറ്റിൻകരയിൽ 9 ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിച്ച് അതിനുള്ള സ്ഥലം തെരഞ്ഞെടുത്തു തരാൻ ഗുരുവിനോട് അഭ്യർത്ഥിച്ചു. അഗസ്ത്യർ ശിവപൂജ ചെയ്ത 9 താമ്രമലരുകൾ താമ്രഭരണിയാറ്റിൽ ഇട്ട് അവ എവിടെയെല്ലാം കരക്കടിയുന്നുവോ അവിടെ ശിവലിംഗം പ്രതിഷ്ഠിക്കാൻ ഉപദേശിച്ചു. 9 താമ്രമലരുകളും താമ്രഭരണിയാറ്റിൻകരയിൽ പല സ്ഥലത്തായി വന്നണഞ്ഞ സ്ഥലത്ത് 9 ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ച് പൂജിച്ച് ശിവനരുളാൽ രോമസമഹർഷി മോക്ഷമടഞ്ഞു. 9 താമരമലരിൽ 4ാമത്തെ മലർ കരക്കടിഞ്ഞ സ്ഥലമാണ് രാഹുസ്ഥലമായ കുന്നത്തൂർ. നവകൈലാസങ്ങളിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും ചൊവ്വയുടെയും സ്ഥലങ്ങളെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. പണ്ടൊരു കാലത്ത് കുന്നത്തൂർ ഭരിച്ചിരുന്ന രാജാവിന്റെ അരമനയ്ക്കരികിൽ ഒരു അതിശയ മരമുണ്ടായിരുന്നു. ഈ മരത്തിൽ വർഷത്തിൽ ഒരു പൂ മാത്രം ഉണ്ടായി അതിൽ ഒരു പഴം പഴുക്കും. ആ അതിശയപ്പഴം മന്നന് മാത്രം അവകാശപ്പെട്ടതാണ്. ഒരു നാൾ ഈ മരത്തിന്റെ സമീപത്തുകൂടെ വെള്ളത്തിന്റെ കുടം തലയിൽ ചുമന്ന് ഒരു ഗർഭിണി പോകുമ്പോൾ മരത്തിലെ പഴം കുടത്തിലെ വെള്ളത്തിൽ വീണു. ഇതറിയാതെ ആ ഗർഭിണി വീട്ടിലേക്ക് പോയി. മരത്തിൽ പഴം കാണാത്തതിനാൽ രാജാവ് വീടാന്തരം ആ പഴം തേടാൻ അനുചരന്മാരെ അയച്ചു. രാജഭടന്മാർ ഗർഭിണിയുടെ വീട്ടിലെ കുടത്തിലെ വെള്ളത്തിൽ നിന്നും പഴം കണ്ടെടുത്തു. ഇതെങ്ങനെ കുടത്തിനുള്ളിൽ വന്നു എന്നത് ആ സ്ത്രീ അറിഞ്ഞിരുന്നില്ല. മോഷണക്കുറ്റത്തിന് രാജാവ് ഗർഭിണിയെ കഴുമരത്തിലേറ്റാൻ ഉത്തരവിട്ടു. ആ ഗർഭിണി മരണം വരിക്കുന്നതിന് മുമ്പ് നീതിയും ന്യായവുമില്ലാത്ത ഈ പ്രദേശത്ത് സ്ത്രീകളും കുഞ്ഞുങ്ങളും പശുക്കളും ഒഴികെ മറ്റെല്ലാം നശിച്ചുപോകും എന്ന് ശപിച്ചുകൊണ്ട് മരണം വരിച്ചു. കാലക്രമേണ ആ പ്രദേശം മരുഭൂമിയായി മാറി. പുരുഷന്മാരില്ലാത്തതിനാൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും ആ പ്രദേശം വിട്ടു. ഒടുവിൽ രോമസമഹർഷി പ്രതിഷ്ഠിച്ച ശിവലിംഗം ആരും സംരക്ഷിക്കാനില്ലാതെ മണ്ണിനടിയിലായി. കുറെ കാലത്തിന് ശേഷം പശുക്കൾ ഒരിടത്ത് പാൽ ചുരുത്തുന്നത് കണ്ട നാട്ടുകാർ അവിടെ ഒരു ശിവലിംഗം കാണപ്പെട്ടത് രാജാവിനെ അറിയിച്ചു. ആ പ്രദേശം അപ്പോൾ ഭരിച്ചിരുന്ന പാണ്ഡ്യമന്നൻ നേരിട്ടെത്തി നിജസ്ഥിതി മനസ്സിലാക്കി കാടായിരുന്ന അവിടം വെട്ടിത്തെളിച്ച് ശിവലിംഗത്തിനൊരു കോവിൽ നിർമ്മിച്ചു എന്നാണ് കഥ. പിന്നീട് ആ നാട്ടിലെ ജനങ്ങളെല്ലാം ശിവഭഗവാനെ പൂജിച്ച് ആ പ്രദേശത്തിന് കിട്ടിയ ശാപം മാറ്റി എന്നാണ് പറയുന്നത്. രാജഗോപുരമോ കൊടിമരമോ ഇല്ലാതെ തികച്ചും ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കുന്നത്തൂർ കോതൈ പരമേശ്വരർ കോവിൽ 13ാം നൂറ്റാണ്ടിൽ പുനർനിർമ്മാണം ചെയ്യപ്പെട്ടിരിക്കാമെന്നാണ് കരുതുന്നത്. തിരുനെൽവേലി നെല്ലേപ്പർ കോവിലിൽ നിന്നും ലഭിച്ച ചെമ്പു തകിടുകളിൽ ഈ പ്രദേശം തിരുനാഗേശനേരി എന്നും ഇവിടെയുള്ള മൂലവരുടെ നാമം തിരുനാഗേശ്വരർ എന്നും കുറിച്ചിരിക്കുന്നു. ബലിപീഠം, നന്ദിമണ്ഡപം, അർദ്ധമണ്ഡപം കടന്ന് അകത്ത് പ്രവേശിച്ചാൽ തനി വിമാനത്തിന് കീഴിൽ ശിവഭഗവാൻ കോതൈ പരമേശ്വരർ എന്ന നാമത്തിൽ ശിവലിംഗ തിരുമേനിയായി കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. ശിവലിംഗത്തിന്റെ മാറിൽ സർപ്പത്തിന്റെ അടയാളമുണ്ട്. അത് രാഹുവാണെന്നാണ് വിശ്വാസം. ഭക്തർ ഇവിടെ പാലഭിഷേകം നടത്തി ഭഗവാന് വസ്ത്രം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ രാഹുദോഷങ്ങളും കാലസർപ്പദോഷങ്ങളും മാറുമെന്നാണ് വിശ്വാസം. അമ്പാൾ ശിവകാമിയമ്മൻ തനി സന്നിധിയിൽ ഒരു കൈയിൽ മലരും വേറെ കൈ ലോലഹസ്തമായും പുഞ്ചിരി തൂക്കിക്കൊണ്ട് തെക്ക് ദർശനമായി നിലകൊള്ളുന്നു. ദേവിക്ക് പുടവ സമർപ്പിച്ചാൽ വിവാഹ സന്താന തടസ്സങ്ങൾ നീങ്ങുമെന്നാണ് പറയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൽ മുഖ്യപ്രതിഷ്ഠകളല്ലാതെ നാഗങ്ങൾ, വള്ളിദേവയാനി സമേത ആറുമുഖർ, ഭൈരവർ, ദക്ഷിണാമൂർത്തി, വിനായകർ, ചണ്ഡികേശ്വരർ എന്നിങ്ങനെ കുറച്ച് ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം വില്വം. ക്ഷേത്രതീർത്ഥം താമ്രഭരണിയാറ്. കാമിക ആഗമവിധി പ്രകാരമുള്ള 2 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. മഹാശിവരാത്രി, പ്രദോഷം, തിരുവാതിര, തൃക്കാർത്തിക, രാഹുമാറ്റം, ഞായറാഴ്ചകൾ ക്ഷേത്രത്തിൽ വിശേഷപ്പെട്ടത്. സാധാരണ ദിവസങ്ങളിൽ ക്ഷേത്രം രാവിലെ 7:30 മണി മുതൽ 10:45 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ 6:30 വരെയും തുറന്നിരിക്കും. ശനിയാഴ്ചകളിൽ രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ 7:30 വരെയും തുറന്നിരിക്കും. ഞായറാഴ്ചകളിൽ രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെയും തുറന്നിരിക്കും. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തിരുനെൽവേലിയിൽ നിന്ന് 11 കിലോമീറ്റർ,
അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുനെൽവേലി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.